ഹായ്, ഇന്നത്തെ വീഡിയോ ട്രയാങ്കുലർ ഡിസൈൻസിനെ കുറിച്ചാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മുടെ സറൗണ്ടിങ്സിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ട്രയാങ്കുലർ ഡിസൈൻസ്, അതല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പല ട്രയാങ്കുലർ ഡിസൈൻസും നമ്മളെ ചിലപ്പോൾ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ട്രയാങ്കിൾ എന്ന് പറയുമ്പം നമുക്കറിയാം അതിന് 3 ഷാർപ്പ് എഡ്ജസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഡിസൈനിൽ ഇൻകോപ്പറേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കോർണേഴ്സിൽ നിന്ന് വരുന്ന ആ ഒരു നെഗറ്റിവിറ്റി, ആ ഒരു പോയ്സണസ് ആരോ എന്നാണ് നമ്മളതിനെ പറയുന്നത്. അത് നമുക്ക് വെൽത്ത് ലോസ് ഉണ്ടാക്കാനും പലതരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാക്കാനും അസുഖങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ഉള്ളൊരു കോസായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയും ഫെങ്ഷുയിൽ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു എക്സ്റ്റീരിയറിൽ നിന്ന് തുടങ്ങാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ ബെഡ്സ്, നമ്മളിപ്പം ഗാർഡനിൽ ഫ്ലവർ ബെഡ്സ് ഉണ്ടാക്കുമ്പം അതിന് പലരും വിദേശങ്ങളിലും ഒക്കെ ഈ ഷാർപ്പ് എഡ്ജസ് വരുന്ന രീതിയിൽ ട്രയാങ്കുലർ ഫ്ലവർ ബെഡ്സ് ഉണ്ടാക്കുമ്പം അത് നമ്മുടെ വീടിൻ്റെ നേരെയാണ് പോയിൻറ്റഡ് എന്നുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കാം. അപ്പോൾ അത് നമ്മൾ അവോയ്ഡ് ചെയ്യാം. ഇനി വീടിൻ്റെ ചുറ്റും പുറത്തായിട്ട് ട്രയാങ്കുലർ ആയിട്ടുള്ള ബിൽഡിങ്സ് ഉണ്ട് എന്നുണ്ടെങ്കിലും, ട്രയാങ്കുലർ ആയിട്ടുള്ള അതിൻ്റെ റൂഫ് നമ്മുടെ നേരെ പോയിന്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലുള്ളവർക്ക് പലതരത്തിലുള്ള പ്രോബ്ലംസ് അത് ഉണ്ടാക്കാം. ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിലും അല്ലെങ്കിലും ചിലപ്പോൾ മണി ലോസ് ഉണ്ടാക്കാം, ബിസിനസ് ഇഷ്യൂസ് ഉണ്ടാക്കാം, അതല്ലെങ്കിൽ ആക്സിഡൻറ്റ്സ് ഉണ്ടാക്കാം, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കലഹങ്ങൾ ഉണ്ടാക്കാം, അസുഖങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ചുറ്റും നോക്കുക. ആദ്യം ഉണ്ടായിട്ടുണ്ടാവില്ല, ചിലപ്പോൾ റീസെൻ്റ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്തൊരു ബിൽഡിംഗ് ഒക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പുറത്ത് ഒരു പ്ലെയിൻ മിറർ ഹാങ് ചെയ്യുക. അത് എവിടെ നിന്നാണോ ആ പോയ്സണസ് ആരോ അല്ലെങ്കിൽ ആ എനർജി വരുന്നത് അങ്ങോട്ട് ഫേസ് ചെയ്തിട്ട് ഒരു പ്ലെയിൻ മിറർ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന എനർജി തിരിച്ചങ്ങോട്ട് തന്നെ പൊക്കോളും. അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള വിൻഡോസിന് മിറർ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുക. ഇനി മറ്റൊരു കാര്യം, നമ്മൾ തന്നെ ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുമ്പം ഈ ട്രയാങ്കുലർ എഡ്ജ് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ നേരെ താഴേക്ക് വരുന്ന രീതിയിൽ ഡിസൈൻ ചെയ്താൽ, ഇപ്പോൾ ചിലപ്പോൾ വിൻഡോ ഗ്രിൽസ് ആയിരിക്കും, വിൻഡോ ഗ്രില്ലൊക്കെ ഇങ്ങനെ ട്രയാങ്കുലർ ഷേപ്പ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെയുള്ള ഡിസൈൻസ് ആയിരിക്കും, അതും നമുക്ക് പ്രോബ്ലമായിട്ട് വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് അതും അവോയ്ഡ് ചെയ്യുക ബിൽഡിംഗ് ഡിസൈൻസ്. ഇനി ചിലർ പർഗോളാസ് പിടിപ്പിക്കുമ്പം അല്ലെങ്കിൽ ഗാർഡനിലൊക്കെ വെക്കുമ്പം അതും ഷാർപ്പ് എഡ്ജസ് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ നേരെ വരുന്ന രീതിയിൽ ട്രയാങ്കുലർ അങ്ങനെ പോയ്സണസ് ആരോ വരുന്ന രീതിയിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. ഇനി വിസിറ്റിംഗ് കാർഡ്സ് ഡിസൈൻ ചെയ്യുമ്പം അതിൻ്റെ അകത്തും ഈ ട്രയാങ്കുലർ ഷേപ്സ് അവോയ്ഡ് ചെയ്യുക. ട്രയാങ്കുലർ ഷേപ്സ് എസ്പെഷ്യലി നമ്മുടെ ഫോട്ടോയുടെ നേരെ അല്ലെങ്കിൽ ബിൽഡിംഗ് നമ്മുടെ ഓഫീസിൻ്റെ ബിസിനസ്സിൻ്റെ ലോഗോയുടെ അല്ലെങ്കിൽ പേരിൻ്റെ നേരെയൊക്കെ ട്രയാങ്കിൾസ് വരുന്നതും നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നെയിം ബോർഡ്സ് വെക്കുമ്പം നമ്മുടെ ബിൽഡിങ്ങിൻ്റെ നേരെ തന്നെ നമ്മൾ വെക്കുന്ന നെയിം ബോർഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മുടെ ബിൽഡിങ്ങിന് നേരെ വരുന്ന എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ബോർഡ്സ് ആയിരിക്കാം. അങ്ങനെ റോഡിൻ്റെ അപ്പുറത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ അതും എഗെയിൻ എന്തെങ്കിലും ഒരു മിറർ അങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ കവർ ചെയ്യുന്ന നമ്മുടെ വിഷനിൽ നിന്നത് ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ ടോളായിട്ടുള്ള ട്രീസ് വെച്ച് പിടിപ്പിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് അത് വിഷൻ ഒന്ന് ബ്ലോക്ക് ചെയ്യാം. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ നേരെ നമ്മൾ തന്നെ വെച്ചിട്ടുള്ള നെയിം ബോർഡ്സിൻ്റെ ഷാർപ്പ് എഡ്ജസ് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ നേരെ വരുന്നതും അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഈ ഷാർപ്പായിട്ടുള്ള എഡ്ജസ് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ആ എഡ്ജ് ഒന്ന് കർവ് ചെയ്ത് കൊടുത്താലും മതിയാവും, ഷാർപ്പ് എഡ്ജസ് വരാതെ ഇരുന്നാൽ മതിയാവും. ഇനി മറ്റൊരു കാര്യം ടാറ്റൂയിങ് ആണ്. പലരും ഇപ്പോൾ ബോഡി ടാറ്റൂസ് ചെയ്യുന്നത് വളരെ കോമൺ ആയിട്ടുണ്ട്. അപ്പോഴും നമ്മളിങ്ങനെയുള്ള ട്രയാങ്കുലർ ഡിസൈൻസ് ഇൻകോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രയാങ്കുലർ ഷാർപ്പ് എഡ്ജിൽ നിന്നുള്ള ആ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ എപ്പോഴും നമുക്ക് തന്നെ റിട്ടേൺ ഹിറ്റ് വരികയും അത് നമുക്ക് പലതരത്തിലുള്ള ലോസസും ഇൽനെസ്സും ഒക്കെ കൊണ്ടുവരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ടാറ്റൂസ് ചെയ്യുന്നവർ ഇങ്ങനെയുള്ള ട്രയാങ്കുലർ ഡിസൈൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ട്രയാങ്കുലർ സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ പോയ്സണസ് ആരോസ് ബിൽഡിങ്ങിന് നേരെ വരുന്നത് പണ്ട് ഫെങ്ഷുയി ക്ലാസ്സിൽ ലിലിയൻ പറഞ്ഞൊരു ഓർമ്മ എൻ്റെ മനസ്സിൽ എപ്പോഴും കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ മലേഷ്യയിൽ ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു ബിസിനസ് കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിൽഡിംഗ്, ഒരു ഹോട്ടലിൻ്റെ ഫെങ്ഷുയി ചെയ്തു. എല്ലാ തരത്തിലും അതിനെ ഫ്ലറിഷ് ആക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഉദ്ദേശിച്ച പോലെ അങ്ങ് ഫുള്ളി ഫ്ലറിഷ്ഡ് ആയിട്ട് വരുന്നില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരുന്നു, അവർ ഉദ്ദേശിച്ച ഫുൾ ഫ്ലെഡ്ജ് റിസൾട്ട് കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ അവർ എക്സ്റ്റീരിയർ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ചുറ്റുവട്ടത്ത് എന്തെങ്കിലും ഇങ്ങനെ പോയ്സണസ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടോ, ഇതിൻ്റെ എനർജീനെ ഹിറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി പുറത്തൊന്നും കാണാനില്ല. ഇതൊരു സീ ഫേസിങ് ബിൽഡിംഗ് ആണ്, സീൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലാണ്. അപ്പോൾ പിന്നെ ഇവരെന്ത് ചെയ്തു, സീയുടെ അകത്ത് ജിയോളജിക്കൽ ആയിട്ടുള്ള സെർച്ചിങ് നടത്തി നോക്കി. അവിടെ എന്തെങ്കിലും സ്ട്രക്ചേഴ്സ് ഉണ്ടോ നോക്കുമ്പം ഷാർപ്പായിട്ടുള്ള നൈഫ് പോലെയുള്ള ഷാർപ്പ് സ്ട്രക്ചേഴ്സ്, റോക്കി സ്ട്രക്ചേഴ്സ് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ഇതിനെ ബിൽഡിങ്ങിന് നേരെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് അവരുടെ സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുത്ത് അത് മൈനിങ് സെക്ഷൻ്റെ ഒക്കെ പെർമിഷൻ എടുത്ത് ഇത് പൊട്ടിച്ച്, ആ റോക്കി സ്ട്രക്ചേഴ്സ് പൊട്ടിച്ച് അതിനെ അവിടുന്ന് ഡിസ്മാൻറ്റിൽ ചെയ്തിട്ടാണ് ഈ പ്രോബ്ലത്തിന് അവരെ ക്യൂർ ചെയ്തത് അല്ലെങ്കിൽ സോൾവ് ചെയ്തത് എന്നുള്ള ഒരു ഇൻസിഡൻറ്റ് പണ്ടിങ്ങനെ പറഞ്ഞു കേട്ടത് ഓർക്കാറുണ്ട്. അതുപോലെ തന്നെ ഇത് ശരിക്കും ഒരു ഫെങ്ഷുയി വാർ എന്ന് പറയും. ഈ ഒരു
പോയ്സണസ് ആരോസിന്. ഹ്യൂജ് ഹോങ്കോങ് ബാങ്ക് പോലെയൊക്കെയുള്ള ഹ്യൂജ് ബിൽഡിങ്സിൻ്റെ കാര്യമാണ് പറയണത്. അവർ ചിലപ്പോൾ ഡിസൈനിൽ ഇങ്ങനെ ചെരിച്ചൊക്കെ വെച്ച് ബിൽഡിങ്സ് പണിയുമ്പോൾ ഈ ഷാർപ്പ് എഡ്ജസ് അപ്പുറത്തുള്ള ബിൽഡിങ്ങിന് ഹിറ്റാവും. അപ്പോൾ ഇത് മാറാൻ ഇവർ ഇവിടുന്ന് അങ്ങോട്ട് ചിലപ്പോൾ ലയൺസിൻ്റെ സ്റ്റാച്ചു അങ്ങോട്ട് വെക്കും, അല്ലെങ്കിൽ ചിലപ്പം നമ്മുടെ പീരങ്കിയൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് വെക്കും. അവരവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വേറെ അങ്ങനത്തെ സാധനങ്ങൾ വെക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ഫെങ്ഷുവൈ വാറാണ് ഈ പോയ്സണസ് എക്സ്റ്റീരിയർ പോയ്സണസ് ആരോസ് ശരിക്കും. അപ്പോൾ അത് അത്രയും സീരിയസ് ആയിട്ടൊന്നും നമുക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും ഈ ചുറ്റുമുള്ള കാര്യങ്ങൾക്കും നമ്മുടെ ഡിസൈനിൽ നമ്മൾ പോലും അറിയാതെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന പല പോയ്സണസ് ആരോസിനും ഇങ്ങനെയുള്ള പല ഹിഡൻ പ്രോബ്ലംസും ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമാണ്, ഇപ്പോൾ വിസിറ്റിംഗ് കാർഡ് ഡിസൈൻസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്താണെങ്കിലും, ഇപ്പോൾ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യണം, ഒരു തംബ്നെയിൽ ഫംഗ്ഷൻ, ഇപ്പം നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു തംബ്നെയിൽ ഡിസൈൻ ചെയ്യുകയാണെങ്കിലും പലപ്പോഴും അതിൻ്റെ ഈ പോയ്സണസ് ആരോസ് നമ്മുടെ നേരെയോ അല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ച് ഒന്ന് ഡിസൈനൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഓൾട്ടർ ചെയ്തൊന്ന് വൃത്തിയാക്കിയെടുക്കും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഈ പോയ്സണസ് ആരോസിൻ്റെ കാര്യം. അത് നമ്മൾ തന്നെ മനസ്സിൽ നമുക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ നമ്മളതിന് ഫർദർ ഡിസൈൻ ചെയ്യുമ്പം അതിനനുസരിച്ചിട്ട് നമ്മളത് ചെയ്യുമല്ലോ. അപ്പോൾ ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ ലൈഫ് അഹെഡ്. താങ്ക് യു.